ലക്ഷണമൊത്ത ഒരു ഭവനം ഏതുവിധം? പൂർണ്ണ ലക്ഷണമൊത്ത ഒരു വീടിന് കിഴക്കേ ദിക്കിലായിരിക്കും ദർശനമുണ്ടാവുക. വടക്കോട്ട് ദർശനമായാലും നല്ലത് തന്നെ. മനുഷ്യന് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ, ആഹാരം കഴിക്കാൻ, വിസർജിക്കാൻ എന്നിവയ്ക്കായി 3 ദ്വാരങ്ങൾ ഉള്ളതുപോലെ ഉത്തമ ഗൃഹത്തിന് പുറത്തേക്കും 3 വാതിലുകൾ ഉണ്ടായിരിക്കണം. ലക്ഷണമൊത്ത വീടിന് കണ്ണുകളായി ജനാലകൾ ആവശ്യാനുസരണം ഉണ്ടായിരിക്കണം. ലക്ഷണമൊത്ത ഒരു ഭവനത്തിന്റെ കുംഭം രാശിയിൽ നല്ലൊരു കിണർ നിർമ്മിച്ചിരിക്കണം. മീനം രാശിയിലോ മേടം രാശിയിലോ ഇടവം രാശിയിലോ കിണറാവാം. പുറത്തുനിന്നും വീട്ടുമുറ്റത്തേക്കുള്ള പ്രവേശന മാർഗം മറ്റു ദിക്കുകളെ അപേക്ഷിച്ച് കിഴക്കുദിക്കിൽ നിന്നാകുന്നതാണ് ഉത്തമം. നല്ലൊരു വീടിന്റെ മുറ്റത്തോ പറമ്പിലോ കാഞ്ഞിരം, സ്വർണക്ഷീരി എന്നീ വൃക്ഷങ്ങൾ ഉണ്ടായിരിക്കാനേ പാടില്ല. ഇനി ഗൃഹാരംഭം. ആദിത്യൻ മകരം തുടങ്ങിയും കർക്കിടകം തുടങ്ങിയും ചരരാശികളിൽ നിൽക്കുന്ന സമയം കിഴക്ക് മുതലായ ദിക്കുകളിൽ ഗൃഹാരംഭത്തിന് ശുഭം. അങ്ങനെ വരുമ്പോൾ മകരം, കുംഭം, കർക്കിടകം, ചിങ്ങം ഈ മാസങ്ങളിൽ കിഴക്കേതും പടിഞ്ഞാറും ദിക്കുകളിൽ ആരംഭിക്കാം. മേടം, ഇടവം, തുലാം, വൃശ്ചികം ഈ മാസങ്ങളിൽ വടക്കേതും തെക്കേതും ആരംഭിക്കാം. ഇതിൽ കർക്കിടക മാസം വർജിക്കുന്നത് ഉത്തമം. മകം, മൂലം, ചോറൂണിന് വിധിച്ച 16 നക്ഷത്രങ്ങളും ഗൃഹാരംഭത്തിന് ശുഭമാണ്. മേടം, കർക്കിടകം, തുലാം, മകരം രാശികൾ ഒഴികെ മറ്റു 8 രാശികളും ഗൃഹാരംഭ മുഹൂർത്തത്തിന് ശുഭമാണ്. ഇതിൽ സ്ഥിരം രാശികളും മൂർധോദയവും ഒത്തുവന്നാൽ അത്യുത്തമമാണ്. ആദിത്യൻ കാർത്തിക നക്ഷത്രത്തിലും ഉഭയരാശികളിലും കർക്കിടകത്തിലും നിൽക്കുന്ന കാലം ഗൃഹാരംഭം ചെയ്യരുത്. സിംഹകരണവും വ്യാക്രകരണവും വർജ്യമാണ്. ഗൃഹാരംഭത്തിന് 4-ാം ഇടത്ത് പാപന്മാർ നിൽക്കരുത്. അഷ്ടമത്തിൽ കുജൻ ഒട്ടും നല്ലതല്ല. ലംഘനത്തിൽ ആദിത്യനെ വർജിക്കണം. ഞായറും ചൊവ്വയും ഗൃഹാരംഭം പാടില്ല. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ പറഞ്ഞ വിധം ഇവിടെയും വേദന നക്ഷത്രം വർജിക്കണം. പൂർവ്വരാത്രങ്ങൾ 2ഉം അപരാഹനവും നിന്ദ്യമാണ്. ഇപ്രകാരമുള്ള ദോഷങ്ങളും നിത്യദോഷങ്ങളും ഗൃഹനാഥന്റെ കർത്തൃദോഷവും ജന്മനക്ഷത്രം, ജന്മാഷ്ടമി രാശി, തച്ചന്ദ്രൻ 3, 5, 7 നക്ഷത്രങ്ങൾ പ്രത്യേകം വർജിക്കണം. ഇനി ഗൃഹപ്രവേശം. ഗൃഹപ്രവേശത്തിന് കർക്കിടകം, കന്നി, കുംഭം രാശികളിൽ ആദിത്യൻ നിൽക്കുന്ന സമയം അശുഭമാണ്. അതായത് കർക്കിടകം, കന്നി, കുംഭം മാസങ്ങൾ ഒഴിവാക്കണം. ശിഷ്ടം 9 മാസങ്ങളും ഉത്തമങ്ങളാണ്. മറ്റെല്ലാ നിയമങ്ങളും ഗൃഹാരംഭ വിധി പോലെ തന്നെ.